സോ മൊഡ്യൂൾ 4 ആണ് ക്വാളിറ്റി മാനേജ്മെന്റ് MET 414. പൊതുവെ അധികം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും പഠിക്കാതിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങളിത് 8 ഫസ്റ്റ് കാണണം എന്ന് വെച്ചാൽ പഠിക്കാനായിട്ട് മുമ്പ് ജസ്റ്റ് ഒരു റിവിഷൻ പോലെയാണ് പെട്ടെന്ന് ഓടിച്ച് നോക്കുകയാണ് നമ്മൾ ചെയ്യണത്. അല്ലെങ്കിൽ ഇതൊന്നും ഇത് പഠിച്ചില്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് കാണാം, ലാസ്റ്റത്തെ ആ ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാമെന്ന് മാത്രം അങ്ങനെ മാത്രം കാണാൻ പറ്റുള്ളൂ. ഇതിനെ നമ്മൾ ജസ്റ്റ് എല്ലാം പെട്ടെന്ന് ഓടിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പോൾ മോഡ്യൂൾ 4 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഒരു സെറ്റ് ഓഫ് ഫോർമലൈസ്ഡ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ആണ്. ഒരു ഓർഗനൈസേഷൻ ഈ പറഞ്ഞ പ്രൊസീജിയറിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യും, ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻ ഒക്കെ അതനുസരിച്ചാണ് നടക്കുക. അപ്പോൾ അതിൽ ആദ്യം ക്വാളിറ്റി പോളിസി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് അത് ക്വാളിറ്റി സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യും. പിന്നെ അതിന്റെ പ്രോബ്ലം ഏരിയസ് എവിടെയൊക്കെയാണെന്ന് നോക്കും. എന്നിട്ട് നല്ലൊരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തു, എന്നിട്ട് അത് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുകയും എന്നിട്ട് അതിന്റെ ഓഡിറ്റും റിവ്യൂ ഒക്കെ എടുക്കുന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഇത് മെയിൻ എയിം എന്ന് വെച്ചാൽ എന്നിട്ട് ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ മാത്രമാണ് നമ്മുടെ മെയിൻ എയിം. അപ്പോൾ ഇതൊരു ബൈ വെച്ച് കമ്പനി ക്യാൻ ഓർഗനൈസ്, അല്ലെങ്കിൽ കമ്പനിക്ക് എങ്ങനെ ഓർഗനൈസ് ചെയ്യാം, എങ്ങനെ റിസോഴ്സ് മാനേജ് ചെയ്യാം, എങ്ങനെ അത് സസ്റ്റെയിൻ ചെയ്യാം, പിന്നെ ക്വാളിറ്റി എങ്ങനെ എക്കണോമിക്കലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ, അതെങ്ങനെ ഇന്ന രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് പ്രൊസീജിയർ കൊടുക്കുന്ന സംഭവമാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അപ്പോൾ അതിൻ്റെ ഇതാണ് ഇത് ഫിഗർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം. ISO ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ, അതൊരു നോൺ ഗവൺമെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡർഡൈസേഷൻ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ദ ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ബേസിക്കില്ല, അത്ര തന്നെ, അത് എഴുതി വെച്ചാൽ മതി. പിന്നെ സ്റ്റാൻഡ് ഫോർ നാഷണൽ ഓർഗനൈസേഷൻ ഇൻഡിപെൻഡന്റ് ആണ്. വോളണ്ടിയറി നാഷണൽ സ്റ്റാൻഡേർഡ്സ് പുറത്തുവിടും. കവേഴ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ്, ക്വാളിറ്റി മാനേജ്മെന്റ്, എൻവയോൺമെന്റ് മാനേജ്മെന്റ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഓക്യുപേഷണൽ ഹെൽത്ത്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ISOന്റെ കീ ആസ്പെക്ട് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, വോളണ്ടിയറി അഡോപ്ഷൻ, സർട്ടിഫിക്കേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ്. സോ ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അതിലെന്താണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ എ കോൺസിക്വൻസ് ബേസ്ഡ് പ്രോസസ് ഇൻവോൾവിംഗ് എക്സ്പെർട്ട്, കുറേ എക്സ്പെർട്ടും മെമ്പേഴ്സ് പല സ്ഥലത്തു നിന്നുള്ള കൺട്രീസ് നിന്നുള്ള ആൾക്കാരും ഇൻഡസ്ട്രിയിലത്തെ ആൾക്കാരും എല്ലാവരുടെയും ഒരു ഇൻട്രസ്റ്റ് പാർട്ടീസ് അനുസരിച്ച് അവർ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള എങ്ങനെയാണ് ബെസ്റ്റ് പ്രാക്ടീസസ്, എന്താണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എടുക്കേണ്ടത് ഒരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ, എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പാലിക്കേണ്ടത്, എന്തൊക്കെ റിക്വയർമെന്റ് ആണ് ഒരു ഓർഗനൈസേഷന് അവരുടെ ക്വാളിറ്റി എഫിഷ്യൻസി അച്ചീവ് ചെയ്യാനും സേഫ്റ്റി അച്ചീവ് ചെയ്യാനും പ്രൊഡക്ട്സിൽ എന്തൊക്കെ സേഫ്റ്റി അച്ചീവ് ചെയ്യാം, എങ്ങനെ നല്ല സർവീസ് കൊടുക്കാം, അങ്ങനത്തെ ഒരു ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറയുന്നതാണ് ഡെവലപ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. അടുത്ത വോളണ്ടിയർ അഡോപ്ഷൻ. ISO സ്റ്റാൻഡേർഡ്സ് ആർ വോളണ്ടിയറി, മീനിങ് ഓർഗനൈസേഷൻ നോട്ട് ലീഗൽ റിയലി ടു കോംപ്ലൈ വിത്ത് ദം. ലീഗലി ഒരു സംഭവമായിട്ട് ഒത്തുചേരേണ്ട പോകേണ്ട ആവശ്യമില്ല ISO സ്റ്റാൻഡേർഡ്സിന്. പക്ഷെ ഓർഗനൈസ് ഒന്നെങ്കിൽ അത് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ചൂസ് ചെയ്യാതിരിക്കാം. ചിലവർക്ക് വേണമെങ്കിൽ ISO സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അതാണ് വോളണ്ടിയർ അഡോപ്ഷനിൽ പറയണത്. കോംപ്ലയൻസസ് വിത്ത് ISO സ്റ്റാൻഡേർഡ്സ് ഓൾസോ എൻഹാൻസ് മാർക്കറ്റബിലിറ്റിയും കോമ്പറ്റീറ്റീവ്നെസ് കൂട്ടും, അതുകൊണ്ടാണ് അത് പറയണത്. പിന്നെ സർട്ടിഫിക്കേഷൻ, ചിലവർക്ക് സർട്ടിഫൈഡ് ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ് അത് ISO സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഒത്തുചേർന്ന് പോകേണ്ടെന്ന് കാണിക്കാൻ വേണ്ടി സർട്ടിഫൈ ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്, തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ ബോഡി ടു വെരിഫൈ ദാറ്റ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് പറഞ്ഞ റിക്വയർമെന്റ് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നതാണ് സർട്ടിഫിക്കേഷൻ. അത് ഇപ്പോൾ ക്രെഡിറ്റബിലിറ്റി കൂട്ടും, ട്രസ്റ്റും കോൺഫിഡൻസ് ഒക്കെ കസ്റ്റമറുടെ ഇടയിൽ അതൊക്കെ നല്ല രീതിയിൽ കൂട്ടും. അപ്പോൾ അത് കൂടുതൽ നല്ലതായിരിക്കും, അതാണ് സർട്ടിഫിക്കേഷൻ. പിന്നെയുള്ളത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ISO സ്റ്റാൻഡേർഡ്സ് പലപ്പോഴും എംഫസൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് സച്ച് ആസ് പ്ലാൻ ടു ചെക്ക് ആറ്റ്. നമ്മൾ നേരത്തെ മുമ്പത്തെ മൊഡ്യൂളിൽ പഠിച്ച പോലെ ഓർഗനൈസേഷൻ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആ പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും അവരെ എൻകറേജ് ചെയ്യും, കാരണം ഈ ISO റിക്വയർമെന്റ്സ് വന്നാൽ. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് നമ്മൾ പറയുന്നത്. പിന്നെ സം ഓഫ് ദ വെൽ നോൺ ISO സ്റ്റാൻഡേർഡ്സ് ആണ് പറയുന്നത്. ISO 901 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്, 14001 എൻവയോൺമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, 27001 ഇൻഫോർമേറ്റീവ് സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. 5001 അതൊക്കെ സിമ്പിൾ ആണ്. 5001 നമുക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ISO വേറെ ഏതെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വയ്ക്കുക. അതൊക്കെ നമ്മൾ റെക്കഗ്നൈസ്ഡ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ISO സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യാനും പുതിയ ഇന്നോവേഷൻസും സസ്റ്റൈനബിലിറ്റിയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. കോർ എലമെന്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഇതിൽ കോർ എലമെന്റ് പറയുന്നത് വരുന്നത് ക്വാളിറ്റി പോളിസി, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ക്വാളിറ്റി മാനുവൽ, ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റെക്കോർഡ്സ്, ഡോക്യുമെന്റഡ് കൺട്രോൾ, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഡാറ്റ മാനേജ്മെന്റ്, പ്രോസസ്സസ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്.
Quality policy and objectives. The quality policy ഒരു high level statement ആണ് from management that provides direction for the quality management system. അപ്പോൾ quality objectives വളരെ സ്പെസിഫിക് ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ മെഷർ ചെയ്യാം. അല്ലെങ്കിൽ അത് ക്വാളിറ്റി പോളിസിനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഗോൾസ് ആയിരിക്കും ക്വാളിറ്റി പോളിസി അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് വളരെ ഹൈ ലെവൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വാളിറ്റി മാനുവൽ ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റിൽ എങ്ങനെയാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം പോകേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഓവർവ്യൂ കൊടുക്കുന്ന ഒരു സംഭവമാണ് ക്വാളിറ്റി മാനുവൽ. അതിൽ ക്വാളിറ്റി പോളിസി ഉണ്ടാവും, ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ്, പല അതിനനുസരിച്ചുള്ള ഇൻഫോർമേഷൻ ഒക്കെ ഉണ്ടാവും. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സിൽ അതൊരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഒരു വലിയൊരു ഫ്രെയിം വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലപ്പോൾ ഓരോ ആൾക്കാരുടെ റോൾസ് അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ കയറി ചെല്ലണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർ എന്തൊക്കെ ചെയ്യണം ചെയ്യാതിരിക്കണം എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ അത് ഡാറ്റ മാനേജ്മെന്റ്. ഇത് ഡാറ്റ മാനേജ്മെന്റിൽ നമുക്ക് ആ പല ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്യുക, അത് ശേഖരിക്കുക, എന്നിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. അതൊക്കെയാണ് ഡാറ്റ മാനേജ്മെന്റിൽ വരുന്ന പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഡാറ്റ നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എഫേർട്സിനെ സപ്പോർട്ട് ചെയ്യും. പിന്നുള്ളതാണ് പ്രോസസ്സസ്. അതൊരു പർച്ചേസിങ് ഇൻക്ലൂഡിംഗ് ആണ്. അപ്പോൾ ഈ പർച്ചേസ് ഇതിൽ പറഞ്ഞത് ക്വാളിറ്റി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാണ്ട് നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അത് ഒരു എക്സാമ്പിൾ പർച്ചേസിങ് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ്, എന്തൊക്കെ സപ്ലൈസ്, എങ്ങനെ സർവീസസ് പോകണം, അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആൻഡ് ലീഡിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ്. അത് ഇറ്റ്സ് എ ഡിഗ്രി ടു വിച്ച് പ്രോഡക്റ്റ് മീറ്റ്സ് ഇറ്റ്സ് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്. അതിൻ്റെ ക്വാളിറ്റി ഒബ്ജക്റ്റീവിന് പ്രൊഡക്റ്റ് എത്രത്തോണ്ട് അത് ചേർന്ന് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ എയിം. അപ്പോൾ ഇത് ഇങ്ങനെ ശരിയായ ക്വാളിറ്റി പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഒരുമിച്ചാൽ മാത്രമാണ് നല്ല കസ്റ്റമർ നന്നായി സാറ്റിസ്ഫൈ ആവുള്ളൂ. പിന്നെ ഉള്ളതാണ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻക്ലൂഡിങ് CAPA. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് പതുക്കെ കണ്ടിന്യൂസ്ലി ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ചെറുതായിട്ട് പതുക്കെ ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റീവ് അല്ലെങ്കിൽ പ്രിവെന്റീവ് ആക്ഷൻ ആണ് CAPA എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സാണ്. അതിലൂടെ നമ്മൾ ക്വാളിറ്റി ഇഷ്യൂസ് എന്തൊക്കെ വരുന്നുണ്ട്, അതെങ്ങനെ നമുക്ക് മറികടക്കാം, അത് ഫ്യൂച്ചറിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മറികടക്കാം എന്നുള്ളത് നോക്കുന്ന ഒരു പ്രോസസ്സാണ് CAPA അല്ലെങ്കിൽ കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ. പിന്നുള്ളതാണ് ഡോക്യുമെന്റ് കൺട്രോൾ. Document control is a process of creating, reviewing and approving documents. അത് നമ്മൾ പല ഡോക്യുമെന്റ്സ് അപ്രൂവ് ചെയ്യണതിൻ്റെ ഉള്ളതിൽ വരുന്ന ഒരു കൺട്രോളാണ് ഡോക്യുമെന്റ് കൺട്രോൾ. ഡോക്യുമെന്റ് മസ്റ്റ് ബി കൺട്രോൾ ടു എൻഷുർ ദാറ്റ് ദേ ആർ ആക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ്. എപ്പോഴും അത് അപ് ടു ഡേറ്റ് ആയിരിക്കുന്നതും അപ്പോൾ തന്നെ കറക്റ്റ് ആണെന്ന് എപ്പോഴും ഡോക്യുമെന്റ് ഉറപ്പ് വരുത്തണം. ബെനിഫിറ്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് വരുന്നത് നോക്കാൻ പോകുന്നത്. ഒന്ന്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഈക്വൽ ആയിട്ട് പോകും. അതാണ് കോംപ്ലയൻസ് സാധനം ഉദ്ദേശിക്കുന്നത്. സോ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം നമുക്ക് എളുപ്പത്തിൽ എൻഷുർ ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ചേർന്ന് പോവാന്ന് നോക്കുന്നത്, അതാണ് സംഭവം. കോംപ്ലയൻസ് വലിയ വാചകമൊന്നുമല്ല. ആൻഡ് റെഗുലേഷൻസ് അപ്ലിക്കബിൾ ടു ദ ഓർഗനൈസേഷൻ. Improved quality by streamlining quality process and promoting continuous improvement. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. പിന്നെ അപ്പോൾ അത് എന്താ ഉപയോഗം, പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ ക്വാളിറ്റി കൂട്ടാൻ സഹകരിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ഒരു ബെനിഫിറ്റ്. പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്തായാലും ഇൻക്രീസ് ആവും, കാരണം അതാണ് എൻഡ് ഗോൾ. അപ്പോൾ അത് ഇംപ്രൂവ് ആവും. പിന്നെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ കൊലാബറേഷൻ ഒക്കെ നമുക്ക് കൂടുതൽ വരുത്താൻ പറ്റും, ഇംപ്രൂവ് ആയിട്ട് കിട്ടും. ഇതൊക്കെയാണ് വേറെ ബെനിഫിറ്റ്സ്. പിന്നെ ISO 9000 സീരീസ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ISO 9000 ഒരു സീരീസ് ഉള്ള ഫാമിലി ക്വാളിറ്റി മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ്സ്. ഇതിൽ പ്രൊവൈഡ് ഈ സ്റ്റാൻഡേർഡ്സിൽ എങ്ങനെ ഗൈഡൻസും പിന്നെ കമ്പനീസിന് ആവശ്യമുള്ള ടൂൾസ് ഓർഗനൈസേഷൻസിന് അത് എങ്ങനെ എൻഷുർ ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. സീരീസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ISO 9000, 9001, 9004 and 19001. കറന്റ് വേർഷൻസ് അതായത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ISO 9000 സീരീസ് സ്റ്റാൻഡേർഡ് enables to meet the requirement of an international uniform quality system. ISO 9000 gives international recognition നമുക്ക് കിട്ടും. Dissemination of information encourages making use of statistical analysis. whereas ആവശ്യമുള്ള സ്ഥലത്ത് നമുക്ക് സ്റ്റാറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് നമുക്ക് ഒന്നെങ്കിൽ ISO നമുക്ക് പ്രൊമോട്ട് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ എൻകറേജ് ചെയ്യിക്കും. കസ്റ്റമറിൻ്റെ കോൺഫിഡൻസും ഒപ്പം തന്നെ അവരുടെ സാറ്റിസ്ഫൈ ചെയ്യണത് ഇമ്പ്രൂവ് ആവും. പിന്നെ പ്രൊഡക്ടിവിറ്റി നമുക്ക് വളരെ വലിയ ഇമ്പ്രൂവ്മെന്റ് വരും, വേസ്റ്റ് കുറയ്ക്കാൻ പറ്റും. സോ ISO ചേഞ്ചസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കർ ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി. സോ ISO എൻകറേജസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ഏരിയാസ്, എല്ലാ സ്ഥലത്തും ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ ചില ISO സ്റ്റാൻഡേർഡ്സിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത് തെർമോമീറ്ററിൻ്റെ കാലിബ്രേഷൻ, പിന്നെ ഫുഡ് സേഫ്റ്റിയിൽ വരുന്ന റെഗുലേഷൻസ്, പിന്നെ നമ്മളിപ്പോൾ ഒരു വൈൻ ഗ്ലാസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മാനുഫാക്ചറിങ് ചെയ്യണത്,
പിന്നെ ഷൂവിൻ്റെ സൈസ്, അങ്ങനെ പല പല സാധനങ്ങൾ. ഇപ്പോൾ അതിനെല്ലാം ഓരോ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. സോ അതൊക്കെ നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്ത് നമ്മൾ എഴുതുക. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എൻവയോൺമെൻറ്റിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടുമൊക്കെ നമുക്കറിയാവുന്നതൊന്ന് എലോബറേറ്റ് ചെയ്ത് എഴുതുക. പിന്നെ സ്റ്റെപ്സ് ടു സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ഓരോ സ്റ്റെപ്സ് ആണ്. ജസ്റ്റ് നോക്കിയാൽ മതി, വലിയ ഇതില്ല. പിന്നെ ഐസോ സ്റ്റാൻഡേർഡ്സ് ഒന്ന് ഫാമിലി ഓഫ് സ്റ്റാൻഡേർഡ്സ് 9000നെ കുറിച്ചിട്ടുള്ള വലിയൊരു ഓവർവ്യൂ ആണ്. ജസ്റ്റ് വീണ്ടും നോക്കിയാൽ മതി. 9001 specifies the requirement for a quality management system that an organization can use to demonstrate its ability to constantly provide products. നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Sustained success through effective application of quality management principles ISO 9400. അത് ഓർഗനൈസേഷൻ എന്തെങ്കിലും ഗൈഡ് ലൈൻസ് കൊടുക്കുന്നതാണ്. ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് സ്പെസിഫിക് റിക്വയർമെന്റ് ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് കൂടുതൽ അലൈൻ ചെയ്യുന്നത് ISO 9001 ആണ്. അതിൽ എങ്ങനെ പ്രോസസ്സാണ് നമ്മൾ അപ്രോച്ച് ചെയ്യാം, കസ്റ്റമറിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം, റിസ്ക് അനുസരിച്ചുള്ള തിങ്കിങ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, പിന്നെ ലീഡർഷിപ്പ് ആൻഡ് എൻഗേജ്മെന്റ്. Process approach. ISO 907 follows a process-based approach to quality management, emphasizing its identification and അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഒപ്പം തന്നെ മാനേജ്മെന്റ് ഓഫ് ഇന്റർകണക്റ്റഡ് പ്രോസസ് വിത്ത് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ അതിലൂടെ നമുക്ക് കൺസിസ്റ്റൻസിയും എഫിഷ്യൻസിയൊക്കെ ഇംപ്രൂവ് ചെയ്യാം. ക്വാളിറ്റി ഓഫ് ദിസ് എഫക്റ്റീവ്നെസ് ഒക്കെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഫോക്കസ്. ISO 9001 places a strong emphasis on understanding and meeting customer needs and expectations. Organizations are required to determine customer requirements, monitor customer satisfaction, and strive for continuous improvement in customer satisfaction levels. പിന്നെയുള്ളതാണ് റിസ്ക് ബേസ്ഡ് തിങ്കിങ്. എൻകറേജസ് ഓർഗനൈസേഷൻ ടു അഡാപ്റ്റ് പ്രോആക്റ്റീവ് അപ്രോച്ച് റിസ്ക് മാനേജ്മെന്റ്. അപ്പോൾ റിസ്ക് മാനേജ്മെന്റ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് അസസ് ചെയ്ത് മുൻകൂട്ടി വരുന്ന റിസ്കുകളൊക്കെ നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്തിട്ട് കൺസേണിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് റിസ്ക് ബേസ്ഡ് തിങ്കിങ്. കണ്ടിന്യൂസ് ഇമ്പ്രൂവ് പറഞ്ഞാൽ കുറച്ച് നമ്മളെല്ലാം അനലൈസ് ചെയ്തിട്ടും മെഷർ ചെയ്തിട്ടും മോണിറ്റർ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് നന്നായി ഇമ്പ്രൂവ് ചെയ്യണതും അപ്പോൾ ഒക്കെയാണ് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റിൽ വരിക. ലീഡർഷിപ്പ് ആൻഡ് എൻഗേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ് ലീഡർഷിപ്പ് ആർ എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മെയിൻ്റെനൻസ്. ലീഡേഴ്സാണ് ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം വളരെ എഫക്റ്റീവ് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുന്ന ആൾക്കാരാണ് ഇവർ. ISO 90 ബെനിഫിറ്റ്സ് ഓർഗനൈസേഷൻ. അപ്പോൾ ISO 9001 എങ്ങനെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഓർഗനൈസേഷനിൽ കൊടുക്കുന്നത്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യും, ലോയൽറ്റി കൂട്ടും, പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് ഇംപ്രൂവ് ചെയ്യും, ഓപ്പറേഷണൽ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് ഒക്കെ കൂട്ടും, ഒരു ക്രെഡിറ്റബിലിറ്റി ഉണ്ടാവുന്നു. ക്രെഡിബിലിറ്റി ടെസ്റ്റ് അത്യാവശ്യം എല്ലാ ISO സ്റ്റാൻഡേർഡ്സ് വന്നാൽ നമുക്ക് ഉണ്ടാവുന്ന ചിന്തിക്കാവുന്നുള്ളൂ. പിന്നെ റിസ്ക് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യും, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് കൂട്ടും. അപ്പോൾ അതൊക്കെയാണ് വേറെ വരുന്ന സംഭവം. സർട്ടിഫിക്കേഷൻ typically valid for specified period and subject to the surveillance audits to ensure ongoing compliance. റോൾ ഓഫ് ക്വാളിറ്റി ഡയറക്ടർ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എഴുതാൻ അറിഞ്ഞിരിക്കണം. ഒരു ക്വാളിറ്റി ഡയറക്ടർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലെ പ്രൊഡക്റ്റും സർവീസസും അത് നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഒത്തുപോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുമിച്ചാവുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ അതിൽ കസ്റ്റമറിൻ്റെ റിക്വയർമെന്റ്സും അവരുടെ സേഫ്റ്റി അവരുടെ റിലയബിലിറ്റി വേറെ 2-3 ഫാക്ടറാണ്. ഇപ്പോൾ ക്വാളിറ്റി ഡയറക്ടറിൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു ഡയറക്ടർ ഓഫ് ക്വാളിറ്റിയാണ് ഡെവലപ്മെന്റും എങ്ങനെ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ക്വാളിറ്റി പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള അറിവ് എല്ലാം ഇരിക്കേണ്ടത് ക്വാളിറ്റി ഡയറക്ടറിൻ്റെ കയ്യിലായിരിക്കും. ഡയറക്ടർ ഓഫ് ക്വാളിറ്റി അത് കാര്യങ്ങൾ റിവ്യൂ ചെയ്യും ആൻഡ് എന്തെങ്കിലും ക്വാളിറ്റിയിൽ കൺട്രോൾ പ്രോബ്ലംസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അത് ഒത്തുതീർപ്പാകും, ശരിയാക്കും. അതൊക്കെയാണ് അവർ ചെയ്യണവർ. ഡയറക്ടർ ഓഫ് ക്വാളിറ്റി പീരിയോഡിക്കലി ഇൻസ്പെക്ട്സ് ആൻഡ് കംപ്ലീറ്റഡ് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ലിസ്റ്റ് ഫോംസ് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. പിന്നെ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും, ക്വാളിറ്റി ഓഡിറ്റ്സ് പെർഫോം ചെയ്യും, റിപ്പോർട്ട്സ് അതിനനുസരിച്ച് ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് എടുക്കും. പിന്നെ ഡയറക്ടർ ഓഫ് ക്വാളിറ്റി റിസീവ്സ് ആൻഡ് റിവ്യൂസ് എല്ലാ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവീസും റിവ്യൂ ചെയ്തിട്ടും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്നിട്ട് കസ്റ്റമർ കോൺടാക്ട്സും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് നോക്കുന്നതാണ് പണി. പിന്നെ ഉള്ളത് ക്വാളിറ്റി ഫംഗ്ഷണൽ ഡിപ്ലോയ്മെന്റ്. ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെന്റ് അതൊരു മെത്തോളജിയാണ് ടു എൻഷുർ ദ കസ്റ്റമർ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ആർ അറ്റൻഡഡ് ടു ആൻഡ് ഫുൾഫിൽഡ് ത്രൂ ദ പ്രോസസ് ഓഫ് ഡിസൈൻ ഓപ്പറേഷൻ ആൻഡ് ഡെലിവറി ഓഫ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. നമ്മളൊരു പ്രൊഡക്റ്റ് ആദ്യമേ തൊട്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഓപ്പറേഷനിലൂടെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന ഫുൾ കാര്യങ്ങളുടെ ഇടയിലൂടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെന്റ്. Quality function deployment is a system to produce with an aim to ensure that customer with ultimate satisfaction. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ QFD എന്ന് പറയുന്നത് ഒരു മെത്തഡോളജിയാണ്. ട്രാൻസ്ലേറ്റ് ദ വോയിസ് ഓഫ് കസ്റ്റമർ ഇൻ ടു റിയാലിറ്റി ഓഫ് മാനുഫാക്ചറിങ്. കസ്റ്റമറിൻ്റെ വോയിസ് ഓഫ് കസ്റ്റമർ ആക്ച്വൽ റിയാലിറ്റി ഓഫ് മാനുഫാക്ചറിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഹൗസ് ഓഫ് ക്വാളിറ്റി നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കസ്റ്റമർ ഹൗസ് അത് അത് ജസ്റ്റ് നമ്മൾ നോക്കണമെന്ന് ജസ്റ്റ് ഹൗസ് ക്വാളിറ്റി എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നമ്മൾ നോക്കണം.
പിന്നെ അതിൽ വരുന്ന എന്തൊക്കെ സ്റ്റെപ്സ്. പിന്നുള്ളതാണ് ക്വാളിറ്റി ഓഡിറ്റ്. Quality audit is a process of examination and verification of product, process or system. അത് രണ്ട് പാർട്സ് ഉണ്ടാവും, in which the examination of the system within which the item of product or service are brought into being, and other is an examination of the product or service. The first is called the quality system audit, and the second is the product or service quality audit. Quality auditing വരുന്ന സ്റ്റെപ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. The preparation of audit. Preparation for an audit involves the forming of ഒരു ഓഡിറ്റിംഗ് ടീം അത് ഉണ്ടാക്കും. അതിനനുസരിച്ച് ഓഡിറ്റ് പ്ലാൻ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ ഈ ഓഡിറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, പിന്നെ സ്കോപ്പ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഓഡിറ്റ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതിനനുസരിച്ച് ഓഡിറ്റ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ഇൻഫോർമേഷൻ ഓഡിറ്റിനെ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് ഇന്ന ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ്. പിന്നുള്ളതാണ് ഓഡിറ്റ് എക്സിക്യൂഷൻ. ദ ഓഡിറ്റ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് including interview with employees, on-site audit management, assessing process and system controls, regular communication with other relevant parties within the organization. പിന്നുള്ള റിപ്പോർട്ടിംഗ്. ഓഡിറ്റ് റിപ്പോർട്ട് ഔട്ട്ലൈൻസ് റിസൾട്ട് ഓഫ് ഓഡിറ്റേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണതിൻ്റെ ഒരു റിസൾട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട്. എന്നിട്ട് പ്രൊവൈഡ് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ കൊണ്ടുവന്ന് അത് റിപ്പോർട്ട് ചെയ്യണത് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുക. അപ്പം തന്നെ അതിനനുസരിച്ച് റെക്കമെൻഡേഷൻ എടുക്കുക. പിന്നെ എന്തൊക്കെ കറക്റ്റ് ആക്ഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ അതിൻ്റെ ഫുൾ റിപ്പോർട്ടിൽ കാര്യങ്ങളുണ്ടാവും. പിന്നുള്ളതാണ് ഫോളോ. ഈ ഫേസിൽ ഓഡിറ്റ് നമ്മൾ കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയും, അതിനനുസരിച്ച് ടീം ഉണ്ടാക്കിയിട്ട് കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കും. അതാണ് ഓഡിറ്റിൽ. പിന്നെ ടൈപ്പ് ഓഫ് ക്വാളിറ്റി ഓഡിറ്റ്. ക്വാളിറ്റി ഓഡിറ്റിംഗ് ഇസ് ഡൺ ബൈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബേസ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓഡിറ്റർ അനുസരിച്ചാണ് ചെയ്യുക. പിന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ടി ഓഡിറ്റ്, സെക്കൻഡ് പാർട്ടി ഓഡിറ്റ്, തേർഡ് പാർട്ടി ഓഡിറ്റ്. ഫസ്റ്റ് പാർട്ടി ഓഡിറ്റിൽ ഇന്റേണൽ ഓഡിറ്റ് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഓഡിറ്റർ ഉള്ളിലത്തെ ആളായിരിക്കും, എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. പിന്നെ ഒരു സെലക്റ്റഡ് എംപ്ലോയീസ് ഉണ്ടാവും, അവരെ തന്നെ ട്രെയിൻ ചെയ്തിട്ട് ഇന്റേണലി ക്വാളിറ്റി ഓഡിറ്റ് ചെയ്യും. സെക്കൻഡ് പാർട്ടി ഓഡിറ്റ് എന്ന് വെച്ചാൽ കണ്ടക്ട് ബൈ പീപ്പിൾ ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് ചെയ്യുക. ഓഡിറ്റ് പെർഫോം ബൈ കസ്റ്റമർ, അല്ലെങ്കിൽ കസ്റ്റമർ അല്ലെങ്കിൽ ഓർ ഓണർ സപ്ലയർ. തേർഡ് പാർട്ടി ഓഡിറ്റ്സ്. തേർഡ് പാർട്ടി ഓഡിറ്റ്സിൽ ഓഡിറ്റ് ഓർഗനൈസേഷൻസ് ഇൻഡിപെൻഡൻ്റ് വന്നിട്ട് നോക്കും, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ കസ്റ്റമർ സപ്ലയർ റിലേഷൻഷിപ്പ്. Third party external audits are usually done to attain or maintain the certification in a quality standard, or other words for certification ഓഡിറ്റിന് വേണ്ടിയിട്ടായിരിക്കും ഇത്. ഫോർ എക്സാമ്പിൾ ഒക്കെ ISO ഒക്കെയുള്ള ഓഡിറ്റ് ഒക്കെ ചെയ്യണ പോലെ. സോ ഇതാണ് മൊഡ്യൂൾ 5. സോ ഏകദേശം നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയുള്ള സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടല്ല, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണത് വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. സോ അതും കൂടി കാണുക. സോ എല്ലാ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അത്യാവശ്യം നമ്മൾ ടോപ്പിക്സ് കൂടുതൽ കവർ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 5 കവർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇട്ടുള്ളത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോരോ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഓരോ കോൺസെപ്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് അടിക്കുക. പിന്നെ അത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, അവരും പാസ്സായി പോട്ടെ.